നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് എന്റെ മോളെ രക്ഷിക്കണം. ശ്രേയ, ഇവിടെ കാണുന്നില്ലോ ഗംഗേ. മഹേട്ടൻ ടെൻഷൻ ആവാതെ നമുക്കൊന്നുകൂടി നോക്കാം. ഗംഗ അപ്പുറത്ത് നോക്ക്, ഞാൻ ഇവിടെ എല്ലാം ഒന്നുകൂടെ നോക്കാം. ശരി മഹേട്ടാ. എന്റെ ശ്രീ മഹേശ്വര, അതിവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഞാനിനി എവിടെ പോയി നോക്കും? ഗൗരി ചേച്ചിക്ക് ഇനി എന്നെ സഹായിക്കാൻ പറ്റും. ചേച്ചിയെ വിളിക്കുന്ന നല്ലത്. ഗംഗേ, ചേച്ചി, ആ ഡോൾ ഇവിടെ എങ്ങും കാണുന്നില്ല. അത് കിട്ടിയാലേ നമ്മുടെ മാളുവിനെ രക്ഷിക്കാൻ സാധിക്കൂ. ഗംഗ പേടിക്കണ്ട, അത് നമുക്ക് ഉടനെ കണ്ടെത്താം. ഞാനൊന്ന് നോക്കട്ടെ. ഗംഗേ, ഡോൾ അവിടെയുണ്ട്, വേഗം വാ. എവിടെ ചേച്ചി? ദേ നോക്ക്, അവിടെ. മഹേട്ടൻ പാവ തെരഞ്ഞു നടക്ക. ഞാനിത് കൊണ്ടുപോയി മഹേട്ടനെ കാണിച്ചു കിട്ടിയെന്ന് പറയട്ടെ. ഇത്രയും പെട്ടെന്ന് മഹേട്ടനെ മാളുവിനെയും കൂട്ടി ഭട്ടതിരിയുടെ അടുത്ത് പോണം. അതെ ഗംഗെ, എങ്ങനെയെങ്കിലും നമുക്ക് മാളുവിനെ രക്ഷിച്ചേ പറ്റൂ. അതെ. ഗംഗ ഇത് ആരോടാ സംസാരിക്കുന്നത്? ഗംഗെ, മഹിയേട്ടൻ വരുന്നുണ്ട്, ഞാൻ പിന്നെ വരാം. ശരി ചേച്ചി. ഗംഗ, പാവ കിട്ടിയോ? കിട്ടി മഹേട്ടാ. ഗംഗ സത്യം പറ, ഗംഗ ആരോടാ സംസാരിക്കുന്നേ? നോക്കുന്നവർക്ക് ഗംഗ തനിയെ സംസാരിക്കുന്നതായിട്ട് തോന്നുക. മഹേട്ടാ, അത് ഞാൻ പറയാം. ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്. എനിക്ക് ഇപ്പൊ വെളിപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയാ. പക്ഷെ ഞാൻ എല്ലാം ചെയ്യുന്നത് മാളുവിന് വേണ്ടിയാ മഹേട്ടാ. അവള് എനിക്കെന്റെ സ്വന്തം മോളാ. മഹേട്ടാ, നമുക്ക് പോവാം. മാളുവിനെ രക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ നമുക്ക് ഉടനെ ചെയ്തു തുടങ്ങണം. വാ മഹേട്ടാ. ശരി. ഗംഗയുടെ കയ്യിലിരുന്നത് ആ പാവയല്ലേ? എന്തൊക്കെയാ ഹൈമവതി ഇവിടെ നടക്കുന്നത്? അതാ നാത്തൂനെ ഞാനും ആലോചിച്ച് നടക്കുന്നേ. ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. എന്റെ മോൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അതല്ല പറഞ്ഞത്, ആ മാളുവിന്റെ കാര്യമാ. അവള് വീണ്ടും പഴയതുപോലെ ആയിന്നാ തോന്നുന്നത്. ആ ഗംഗയോട് അവള് പഴയ പോലെ സ്നേഹത്തിൽ പെരുമാറുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. അയ്യോ, ശരിയാണോ നാത്തൂനെ ഇത്? അതെ, അവള് പണ്ടത്തെ പോലെ ഗംഗയോട് സ്നേഹം കാണിക്കുന്നത് ഞാൻ ഇപ്പൊ കണ്ടതാ. എന്റെ ദൈവമേ, ആ കുട്ടിപ്പിശാചി പഴയതുപോലെ ആയപ്പോ എന്റെ മോൾക്ക് ഇതെന്താ പറ്റിയേ?
ഇന്നലെ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നാത്തൂനെ, എന്റെ മോള് അവൾക്ക് ഹൈമവതി പേടിക്കാതെ. ശ്രേയയ്ക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് അവള് സ്വപ്നം എന്തോ കണ്ട് പേടിച്ചാണെന്നാ. അതൊന്നും എനിക്കറിയില്ല. അവളിങ്ങനെയായ എനിക്ക് ആരാ ഉള്ളത്? സത്യം പറയാലോ നാത്തൂനെ, പേടി കാരണം എനിക്ക് അവളുടെ അടുത്തേക്ക് പോലും പോകാൻ തോന്നുന്നില്ല. അങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഹൈമവതി വാ, നമുക്ക് ശ്രേയെ പോയി നോക്കാം. അത് വേണോ? എനിക്ക് തോന്നുന്നത് അവക്കിപ്പോ നമ്മളെ കൊല്ലാനുള്ള എന്തോ മനസ്സിൽ കയറിയിട്ടുണ്ടെന്നാ. അങ്ങനെയൊന്നും ഇല്ല. ഉറങ്ങി എണീക്കുമ്പോ എല്ലാം പഴയതുപോലെയാവും. നമുക്ക് നോക്കാം, വാ. നല്ല ഉറക്കാണല്ലോ. വിളിച്ചു നോക്ക്. ശ്രേയേ, മോളെ ശ്രേയ. ശ്രേയേ, ശ്രേയേ, എഴുന്നേക്ക്. ശ്രേയേ, മോളെ. അയ്യോ നാത്തൂനെ. അയ്യോ, മോളെ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? നിനക്ക് ഇന്നലെ എന്താ പറ്റിയേ? എന്താ ശ്രേയേ, നീ കാര്യം പറ. എന്താ ഇന്നലെ സംഭവിച്ചത്? ദേ കണ്ടില്ലേ നാത്തൂനെ, നമ്മൾ എത്ര ചോദിച്ചിട്ട് അവൾ എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ? ശ്രേയേ, നീ കാര്യം പറ. ഇങ്ങനെ മിണ്ടായിരുന്നാൽ എങ്ങനെയാ? വേണ്ട മോളെ, നിന്റെ അമ്മയാ ഞാൻ. ശ്രേയേ, മോളെ, ഞങ്ങൾ നിന്റെ ശത്രുക്കളല്ല. നാത്തൂനെ, എന്റെ മോള്. എന്താ എന്റെ മോക്ക് പറ്റിയേ? വിഷമിക്കാതെ ഹൈമോദി. ശ്രേയയുടെ ദേഹത്ത് എന്തോ ബാധ കയറിയിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് പോയി മന്ത്രവാദിനെ കാണാം. ശരിയാ, അതാ നല്ലത്. അയ്യോ, എനിക്ക് എന്റെ മോളെ രക്ഷിക്കണം. ശ്രേയ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.